അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ സിറാജ് ഉസ്താദ്, അതുപോലെ തന്നെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്ന നമ്മുടെ അതിഥി ഉദ്ഘാടനം ചെയ്ത റഹ്മത്ത് അഷ്റഫ്, അവരുടെ മനോഹരമായിട്ടുള്ള സംസാരം, അവരെ തുടക്കത്തിൽ തന്നെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ വെളിച്ചം പരീക്ഷയുടെ എല്ലാ ഘട്ടങ്ങളിലും പങ്കെടുക്കുകയും അതിന് വലിയ പ്രാധാന്യത്തോടുകൂടെ അത് മറ്റെല്ലാ ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയ പരീക്ഷയിൽ ഭാഗവാക്കായി എന്ന് മാത്രമല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാവർക്കും റഹ്മാനായ റബ്ബിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും അല്ലാഹു തആല വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ നൂർ എന്നാണ് പറയുക. നൂന് വാവ് റാ, നൂർ. നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അൽളിയാ എന്നാണ്. വെട്ടം, വെളിച്ചം എന്ന് പറയും. അതായത് പ്രകൃതിപരമായിട്ടുള്ള വെളിച്ചത്തിനാണ് നൂർ എന്ന് ഭാഷയിൽ പറയുക. പ്രകൃതിപരമായിട്ടുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം, ചന്ദ്രൻ്റെ വെളിച്ചം, നക്ഷത്രങ്ങളുടെ വെളിച്ചം, ഇങ്ങനെയുള്ള വെളിച്ചത്തിന്. എന്നാൽ നൂറെന്ന് പറയുന്ന പദം പരിശുദ്ധ ഖുർആനിൽ 45 തവണ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നൂർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു അധ്യായത്തിൻ്റെ പേര് നൂർ, അന്നൂർ എന്നുള്ളതാണ്. 24ാമത്തെ ചാപ്റ്റർ. ആ അധ്യായത്തിൽ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹ് എന്ന് പറയുന്നു. നൂർ എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ പല അർത്ഥങ്ങൾക്കും പ്രയോഗിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിക്കോളൂ. നൂർ എന്ന് പറഞ്ഞാൽ സമം ഇസ്ലാം, സമം ഹിദായത്ത്, സമം വിശുദ്ധ ഖുർആൻ, സമം മുഹമ്മദ് നബി, സമം ഹഖ്, സത്യം, അതുപോലെ അൽ അദ്ൽ, നീതി, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അർത്ഥകൽപ്പനകൾക്ക് അന്നൂർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ അന്നൂർ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് സത്യപ്രകാശത്തിലേക്ക്, ഈമാനിലേക്ക്, ഹിദായത്തിലേക്ക് കടന്ന് കയറുക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അന്നൂറിലേക്ക്, സത്യവിശ്വാസം സ്വീകരിക്കാൻ കൊതിക്കുന്ന മനസ്സുകളെ നയിക്കുന്നു, വിളിക്കുന്നു എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് അന്നൂർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ പദപ്രയോഗം എന്ന് പറയുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും, നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ നാഥനിൽ നിന്ന് ഒരു പ്രമാണം. ബുർഹാൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ്, തെളിവ് എന്നുള്ളതാണ്. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങൾക്കിതാ വ്യക്തമായിട്ടുള്ള ഒരു നൂറ്, ഒരു പ്രകാശം വന്നിരിക്കുന്നു എന്നാണ് ഖുർആൻ. സഹോദരങ്ങളെ, ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് കേവലം ഈ ലൈറ്റിന്റെ പ്രകാശമല്ല, പുറത്ത് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പ്രകാശമല്ല. വെളിച്ചം എന്ന് പറയുന്നത്, വെളിച്ചം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുന്ന, വിമലീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന ഈമാനാകുന്ന
ഹിദായത്താകുന്ന ആ ഒരു പ്രകാശമാണ്, വെളിച്ചമാണ്. വെളിച്ചം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വെളിച്ചം എന്ന് പറയുന്നത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. മസലു നൂരിഹി കമിഷ്കാത്ത്, അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ ഉപമ എന്ന് പറയുന്നത് അതൊരു മിഷ്കാത്ത് പോലെയാണ്. എന്താണ് മിഷ്കാത്ത്? മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ വിളക്കുമാടം എന്ന് പറയും. അതായത് ഒരു കെട്ടിടത്തിനകത്ത് ഒരു ചുമരിന്റെ ഒരു പൊത്തിൽ, ആ പൊത്ത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന പൊത്ത്, അതിനാണ് വിളക്ക് മാടം എന്ന് പറയുക. ആ വിളക്ക് മാടത്തിൽ ഫിഹാ മിസ്ബാഹ്, അതിനകത്തൊരു ദീപമുണ്ട്, വെളിച്ചമുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വെളിച്ചമാകട്ടെ ഒരു സ്ഫടികത്തിനകത്താകുന്നു. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർറിയുൻ, ആ സ്ഫടികം എന്ന് പറയുന്നത് അതൊരു തെളിഞ്ഞു നിൽക്കുന്ന ശോഭയേകുന്ന നക്ഷത്രം കണക്കെയാകുന്നു. യൂഖദു മിൻ ഷജറത്തിൻ, അത് മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു വൃക്ഷം. എന്താണ് വൃക്ഷം എന്ന് പറയുന്നത്? സൈതൂനത്തിൻ, ഒലിവ് വൃക്ഷമാണ്. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അത് കിഴക്കോ പടിഞ്ഞാറോ ഉള്ളതല്ല. അങ്ങനെയുള്ള ഒരു ഒലിവ് വൃക്ഷത്തിൽ നിന്നാണ് അത് കത്തിക്കപ്പെടുന്നത്. ആ ഒലിവ് വൃക്ഷം എന്ന് പറയുമ്പോൾ, അതിന്റെ എണ്ണ എന്ന് പറയുമ്പോൾ, യകാദു സൈതുഹാ യുളിഉ വലൗ ലം തംസസ്ഹു നാർ, ആ എണ്ണയുണ്ടല്ലോ, ഒലിവിന്റെ എണ്ണ എന്ന് പറയുന്നത് അഗ്നി സ്പർശിച്ചിട്ടില്ലെങ്കിലും അത് ഇങ്ങനെ വെട്ടം പരത്തും എന്നുള്ളതാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം, വെളിച്ചത്തിനു മേൽ വെളിച്ചം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ടാണ് പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള സ്വഹാബത്ത് അവർ അന്ധകാരങ്ങളിൽ നിന്ന്, ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക്, സംസ്കാര സമ്പന്നതയിലേക്ക്, ഉത്തമ ഉത്കൃഷ്ടമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് അവർക്ക് വരാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഖുർആൻ മുറുകെ പിടിക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഹദീദ് എന്ന് പറയുന്ന അധ്യായത്തില്, അലം യഗ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വമാ നസല മിനൽ ഹഖ്, സത്യവുമായി യാഥാർത്ഥ്യമായി ഇറങ്ങിയിട്ടുള്ള ഈ വിശുദ്ധ വേദഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലേക്ക്, അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക് നിങ്ങൾക്ക് ഇനിയും തിരിച്ചു വരാനായില്ലേ എന്നുള്ള ആയത്ത് കേൾക്കുന്ന സന്ദർഭത്തിൽ അത് മനസ്സിൽ സ്വാധീനിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തില് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഫുളൈൽ ബിൻ ഇയാദ് എന്നാണ്. അദ്ദേഹം അതിന്ന് മാറി എന്നുള്ളതാണ്. അതാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ നമ്മെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിലേക്ക് നയിക്കുമെന്നാണ്, ധർമ്മബോധത്തിലേക്ക് നയിക്കുമെന്നാണ്, നമ്മളെ പ്രകാശത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുമെന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നമസ്കരിച്ചു. എന്താണ് ആ നമസ്കാരത്തിന്റെ പേര്? തഹജ്ജുദ് എന്നാണ്. പ്രവാചകൻ അവിടുത്തെ ബന്ധുവായ മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് രാത്രി കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പ്രവാചകൻ ആ നമസ്കാര ശേഷം ഒന്നിങ്ങനെ കിടന്നു, ഉറങ്ങിയില്ല, കിടന്നു. ആ സമയത്ത് ബിലാൽ ബാങ്ക് കൊടുത്തു. സുബഹിന്റെ സുന്നത്ത് അവിടെ നിന്ന് തന്നെ നമസ്കരിച്ചു. പ്രവാചകന്റെ വുളു നഷ്ടപ്പെട്ടിട്ടില്ല. പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുകയാണ്. ആ പോകുന്ന യാത്രയിൽ വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസ്രി നൂറാ വഫീ സമഇ നൂറാ വഅൻ യമാനി നൂറാ വഅൻ ശമാലി നൂറാ വമിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ വഅമാമി നൂറാ വഖൽഫി നൂറാ വജ്അൽ ലീ നൂറാ. എന്തൊരു മനോഹരമായ പ്രാർത്ഥന! ഹൃദയത്തിന്, കണ്ണിന്, നമ്മുടെ കേൾവിക്ക്, എല്ലാ അർത്ഥത്തിലും മുന്നിലും പിന്നിലും മുകളിലും താഴെയും എന്നെ തന്നെയും പ്രകാശമാക്കണമേ എന്നാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് എന്താ സഹോദരങ്ങളെ? അത് ഈമാനാകുന്ന, ഹിദായത്താകുന്ന, നാളെ റബ്ബിന്റെ കോടതിയിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസമാകുന്ന പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന കാലത്ത് കാണാൻ കഴിയുന്നത് അതെന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ട്, വിഷമങ്ങൾ ഉണ്ടായ വർഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, മനസ്സിനലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഉള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം എന്താ? അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അളീം റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ. അല്ലാഹുവേ, ഈ മഹത്തായ വിശുദ്ധ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കേണമേ, എൻ്റെ കാഴ്ചകളുടെ, എൻ്റെ ഹൃദയങ്ങളുടെ പ്രകാശമാക്കേണമേ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അനുയായികളായി എങ്ങനെ അനുയായികളാകണം? നാമധാരികളല്ല, അക്ഷരാർത്ഥത്തിൽ ഖുർആനിൻ്റെ അനുയായികളായി മാറുവാൻ നാം ഏവരെയും, നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കൾ. എന്താണ് മക്കളുടെ അവസ്ഥ? ഓപ്പറേഷൻ തൂഫാനിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കപ്പെടുകയാണ്. അതിനകത്ത് മുസ്ലിമുണ്ട്, യുവാക്കളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. എങ്ങനെ അവർ അന്ധകാരത്തിൽ എത്തിപ്പെട്ടു? സഹോദരങ്ങളെ, വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഖുർആൻ സൗദി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ നടത്തുന്ന വെളിച്ചം എന്ന് പറയുന്ന ഈ പരീക്ഷയെ നിസ്സാരമാക്കി കാണേണ്ടതില്ല. വെളിച്ചം വന്നിട്ടും ഖുർആൻ ലേണിംഗ് ക്ലാസ് ഉണ്ടായിട്ടും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർ ഓർക്കുക, നിങ്ങൾ സ്വയം നാശമാണ് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാത്രമല്ല, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ പ്രകാശം നുകരുന്ന ആളുകളായി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.